ഞാൻ നിങ്ങളിലൊരാളാണ് ആക്ച്വലി എന്നെ ഇത് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിന് നന്ദി പറയാം. കാരണം പെട്ടെന്ന് തന്നെ ഇവിടെ വരുവാനും ഇതിൻ്റെ ഗൗരവം ഒന്നുകൂടി ബോധ്യമാവാനും ഇത് ഉപകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ വിഷ്വൽസ് ഞാൻ കണ്ടതിൽ ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആൾ രക്ഷപ്പെട്ടത്. സത്യത്തിൽ വലിയൊരു പോർഷൻ വീണത് അദ്ദേഹത്തിൻ്റെ തലയിലേക്കാണ്. അത്യാവശ്യം ഞാൻ അതിൻ്റെ വെയിറ്റ് നോക്കി, അത്യാവശ്യം ആ ജിപ്സം ബോർഡാണെങ്കിലും അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനപരമായ തകരാറിൻ്റെ ഒടുവിലാണിത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ ഇപ്പോൾ നമ്മൾ കണ്ടു, അവിടെയൊക്കെ ലീക്കാണ്. 2 നിലക്ക് താഴെയാണ്. ഞാനതിനാണ് മുകളിലെ നിലയിലേക്ക് പോയത്. മുകളിലെ നിലത്തൊട്ടാകെ വെള്ളമാണ്. അതിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് വന്ന് ജിപ്സൺ ബോർഡ് കുതിർന്ന് ആ സ്റ്റീലിൻ്റെ കമ്പി ഉൾപ്പെടെ വീണത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ ഈ KSRTCയുമായി ബന്ധപ്പെട്ട് ഇതിനെ നിർമ്മാണത്തിനകത്തുള്ള തകരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിലൊക്കെ നമ്മൾ സമരങ്ങൾ നടത്തിയതാണ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളും കുതിർന്നിരിക്കുക. കൃത്യമായ രീതിയിലല്ല ഇത് നിർമ്മിച്ചതെന്നുള്ളത് ഏതാണ്ട് എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലാണ്, ഞാനൊരു എഞ്ചിനീയർ ഒന്നുമല്ല, പക്ഷേ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഈ ബിൽഡിങ് നല്ല രീതിയിൽ ബലക്ഷ ഉണ്ടായിട്ടുണ്ട്. അത് സ്ട്രക്ചറിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ആളുകളുടെ ജീവന് അപകടകരമാവുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ ഇപ്പോൾ മുകളിലെ നിലയിൽ ഇത് പൊളിച്ചു മാറ്റുകയാണ് ഇപ്പോൾ അവർ ഈ ജിപ്സം ഇത്. അപ്പോൾ ഇതെല്ലായിടത്തും ഇത് കുതിർന്ന് ഇത് ആളുകളുടെ തലയിലേക്ക് വീഴുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആളുകൾ ഇപ്പോൾ ഈ KSRTCയിൽ വരുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇത്തരം പരിക്കുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ വിശിഷ്യ ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷ ആളുകളും, പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ സാധാരണ മനുഷ്യർ അവർ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്ര ഗൗരവതരമായ പ്രശ്നമുണ്ട് എന്നുള്ളത് അത് ഗൗരവത്തിലുള്ള വിഷയമാണ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മിനിസ്റ്ററുമായി ബന്ധപ്പെടുക. ആക്ച്വലി ഞാൻ മിനിസ്റ്റർ അടുത്ത് ഗതാഗത മന്ത്രിയായിട്ട് ഇത് ഓൾറെഡി സംസാരിച്ചതാണ്. അസംബ്ലിയിൽ കോഴിക്കോട് KSRTC ബിൽഡിങ്ങിനകത്തുള്ള നിർമ്മാണത്തിൻ്റെ അപാകതകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ മന്ത്രിയുമായി സംസാരിച്ചാണ്. അദ്ദേഹം അവെയറാണ് ഈ വിഷയത്തെക്കുറിച്ച്. ഇതിൽ അറ്റകുറ്റപ്പണി കൊണ്ട് തീരുന്ന ഒരു പണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അറ്റകുറ്റപ്പണി കൊണ്ട് തീരുന്ന ഒരു തകരാറാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് വിശ്വാസമില്ല. അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് എന്താ, ചെറിയ ചെറിയ കോസ്മെറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്. ഇത് അതല്ല. ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാന ഘടകത്തിന് തന്നെ പരിക്കാ. കാരണം ലീക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡിങ്ങിൽ ആകെ എല്ലായിടത്തും ലീക്കാണ്. ഞാനൊരു സാധാരണക്കാരനെ കണ്ണ് പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ എത്ര പരിഹരിച്ചു മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനകത്ത്. അത് പക്ഷെ പറയാൻ ഞാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് കോഴിക്കോട് KSRTC കെട്ടിടം രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ബസ്സുകൾക്ക് പോലും കയറാൻ പറ്റാത്ത വിധം ഇതിൻ്റെ ഡിസൈനിലൊക്കെ പറ്റിയത് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതൊക്കെ കുറേയൊക്കെ ഒരു സ്കിൽഡ് ഡ്രൈവേഴ്സാണ് ചെയ്യും. കാരണം അത് സാധാരണക്കാരനായി ബന്ധപ്പെടുന്നില്ല. ബസ്സിൻ്റെ ബോഡിയുടെ പെയിൻറ്റ് പോകുന്ന ഇതല്ല. ഇവിടെ ബസ് കയറാൻ വരുന്ന വെയിറ്റിംഗ് റൂമിൽ ആ ചെറുപ്പക്കാരൻ നടന്നു വന്ന് സാധാരണ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള പാസഞ്ചർ ചെയ്യുന്ന പണി അവരുടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ വന്നതാണ്. ആ ഇരിക്കുന്നിടത്താ തലയിൽ വീഴുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിനകത്ത് ഒരു സുരക്ഷിതമായിട്ട് പറ്റുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. എൻ്റെ പോയിൻ്റ് അവിടെയാണ്. ഞാൻ പറഞ്ഞത് അതാണ്. ഞാനിതിന് മുമ്പ് ഇവിടെ വന്ന ആളാണ്. ഇന്നിപ്പോൾ ഈ മഴക്കാലത്ത് വന്നപ്പോൾ നമ്മൾ ആ കോണി കയറുന്ന ചുറ്റും നിങ്ങൾ കണ്ടതാണ്. ആ ചുമരൊക്കെ കുതിർന്ന് അടർന്നു വീഴുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിൽഡിങ് നമ്മൾ ഉപായം കൊണ്ട് ഓട്ടയടിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാനൊരു എഞ്ചിനീയർ അല്ല, ഇത് കോമ്പിറ്റൻ്റായി പറയേണ്ട ആളല്ല. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നമുക്ക് കണ്ടാൽ ബോധ്യമാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ ബോധ്യത്തിൽ ഇത് ഈ രീതിയിൽ എത്ര കാശ് ചിലവാക്കി റിപ്പയർ ചെയ്താലും ഇത് സമീപ ഭാവിയിൽ തന്നെ ഇങ്ങനെ ആവും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഞാൻ തീർച്ചയായിട്ടും ഈ കമൻറ്റ്, ഈ അഭിപ്രായം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പറയുകയും ചെയ്യും. പിന്നെ ഈ പരിക്ക് പറ്റിയ ചെറുപ്പക്കാരന് മതിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ നമുക്ക് സാധിക്കണം.
അയാൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം പണിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കാൻ അധികൃതർ തയ്യാറാവണം. ഇതൊക്കെ ഒരു മാനുഷികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം എന്തെങ്കിലും ഉണ്ട്. നമ്മൾ സീരിയസ്ലി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരത്തിൽ നടന്ന ഓൾമോസ്റ്റ് എല്ലാ അഴിമതിയുടെ സ്തംഭങ്ങളും ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ്, നമ്മുടെ മാനാഞ്ചിറ വെള്ളിമാടുന്ന റോഡ് ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുക എന്നുള്ള വികസന രംഗത്ത് പ്രവർത്തിക്കുന്നതിന് പകരം ഇത് താഴെ മുതൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഗതികേടും കൂടി ഇപ്പോൾ നമുക്കുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ അടിത്തറ തന്നെ മാന്തി കറക്റ്റ് ചെയ്യേണ്ടിടത്താണ് ഇപ്പം കോഴിക്കോട് നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ ആകെ കിടക്കുന്നത്. അല്ല, അതൊക്കെ വേണമല്ലോ. ഇതിനകത്ത് നമ്മളൊരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ആകെ ചെയ്യാൻ കഴിയും? നമ്മൾ ടാക്സ് പേയേഴ്സാണ്, നമ്മൾ നികുതി കൊടുക്കുന്നു. ഇത് നടപ്പാക്കാൻ ഇവരാർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുക്കുന്നു. ഇതിനകത്ത് ഇതൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു വിഭാഗമുണ്ട് ഈ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം ഈ പറഞ്ഞ പലതും അവരുടെ ജോലി കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു സാധാരണ മനുഷ്യനെ പോലെ. അപ്പോൾ അവിടെ എല്ലാ വീഴ്ചകളും പരിശോധിക്കപ്പെടണം. ആത്യന്തികമായി നികുതിദായകരുടെ പണം എടുത്ത് സാധാരണ മനുഷ്യൻ്റെ പണം കൊണ്ടാണ് ഇതൊക്കെ റോഡായാലും എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നത്. അവരോടാണ് ആൻസറബിൾ ആവേണ്ടത്. അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാ ഭരണകൂടങ്ങളും മാറി മാറി വരുമ്പോൾ റോഡുകളും പാലങ്ങളും ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനകത്തൊക്കെ ബലക്ഷയം ഉണ്ടാവുക, അതിനകത്ത് ക്രമക്കേട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും നമുക്ക് ഒരു അർത്ഥത്തിലും അനുകൂലിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടികൾ വേണം. എന്നാലേ ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുള്ളൂ എന്നാണ് എൻ്റെ സുചിന്തമായ അഭിപ്രായം. ഇത്രയും വലിയൊരു ടെർമിനൽ നഗര മധ്യത്തിൽ നിർമ്മിച്ചിട്ട് ഒരു സ്മാരകം പോലെ കിടക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ വിഷയമല്ല. അല്ല, ഏതായാലും ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞ് ജനം ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ഥലത്ത് ഞങ്ങൾ 2-3 തവണ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അധികം ഇവിടെ ഉണ്ടാവാതിരുന്ന ആളാണ്, തിരുവനന്തപുരത്ത്. എന്നാലും ഞാൻ തന്നെ 2-ലധികം പരിപാടിയിലൂടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ഇത് നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ആ ദിശയിൽ ഞങ്ങൾ പ്രവർത്തിക്കും.